ജോബ് അധ്യായം 9. ജോബിൻ്റെ മറുപടി. ജോബ് പറഞ്ഞു, അത് അങ്ങനെ തന്നെ. ഒരുവന് ദൈവത്തിൻ്റെ മുൻപിൽ എങ്ങനെ നീതിമാനാകാൻ കഴിയും? ഒരുവൻ അവിടുത്തോട് വാഗ്വാദത്തിലേർപ്പെട്ടാൽ 1000-ൽ 1 തവണ പോലും അവിടുത്തോട് ഉത്തരം പറയാൻ കഴിയുകയില്ല. അവിടുന്ന് ജ്ഞാനിയും ബലിഷ്ഠനുമാണ്. അവിടുത്തോട് എതിർത്ത് ആര് ജയിച്ചിട്ടുണ്ട്? അവിടുന്ന് പർവ്വതങ്ങളെ നീക്കിക്കളയുന്നു, തൻ്റെ കോപത്തിൽ അവയെ മറിച്ച് കളയുന്നു. എന്നാൽ അവ അതറിയുന്നില്ല. അവിടുന്ന് ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു, അതിൻ്റെ തൂണുകൾ വിറയ്ക്കുന്നു. അവിടുന്ന് സൂര്യനോട് കൽപ്പിക്കുന്നു, അത് ഉദിക്കുന്നില്ല. അവിടുന്ന് നക്ഷത്രങ്ങൾക്ക് മുദ്ര വയ്ക്കുന്നു. അവിടുന്ന് മാത്രമാണ് ആകാശത്തെ വിരിച്ചത്. അവിടുന്ന് സമുദ്രത്തിലെ തിരമാലകളെ ചവിട്ടി മെതിക്കുന്നു. സപ്തർഷി മണ്ഡലം, മകേരം, കാർത്തിക എന്നിവയെയും തെക്കേ നക്ഷത്രമണ്ഡലത്തെയും അവിടുന്ന് സൃഷ്ടിച്ചു. ദുർജ്ഞേയമായ മഹാകൃത്യങ്ങളും എണ്ണമറ്റ അത്ഭുതങ്ങളും അവിടുന്ന് പ്രവർത്തിക്കുന്നു. അവിടുന്ന് എന്നെ കടന്നു പോകുന്നു, ഞാൻ അവിടുത്തെ കാണുന്നില്ല. അവിടുന്ന് നടന്നു നീങ്ങുന്നു, ഞാൻ അവിടുത്തെ അറിയുന്നില്ല. അവിടുന്ന് പിടിച്ചെടുക്കുന്നു, തടയാൻ ആർക്ക് കഴിയും? എന്താണീ ചെയ്യുന്നത് എന്ന് ആർക്ക് ചോദിക്കാൻ കഴിയും? ദൈവം തൻ്റെ കോപത്തെ പിൻവലിക്കുകയില്ല. റാഹാബിൻ്റെ സഹായകർ അവിടുത്തെ മുമ്പിൽ കുമ്പിടുന്നു. അപ്പോൾ അവിടുത്തോട് ഉത്തരം പറയാൻ എനിക്ക് എങ്ങനെ വാക്ക് കിട്ടും? ഞാൻ നീതിമാനായിരുന്നാലും അവിടുത്തോട് മറുപടി പറയാൻ എനിക്ക് കഴിയുകയില്ല. എന്നെ കുറ്റം വിധിക്കുന്ന അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കണം. ഞാൻ വിളിച്ചപേക്ഷിച്ചിട്ട് അവിടുന്ന് ഉത്തരമരുളിയാലും അവിടുന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുകയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയില്ല. എന്തെന്നാൽ കൊടുങ്കാറ്റയച്ച് അവിടുന്ന് എന്നെ തകർക്കുന്നു, അകാരണമായി എൻ്റെ മുറിവുകൾ വർദ്ധിപ്പിക്കുന്നു. ശ്വസിക്കാൻ പോലും അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല. തിക്താനുഭവങ്ങൾ കൊണ്ട് അവിടുന്ന് എന്നെ നിറയ്ക്കുന്നു. ഇതൊരു ബലപരീക്ഷണമാണെങ്കിൽ അവിടുന്ന് തന്നെ വിജയിക്കും. ഇത് നീതിയുടെ കാര്യമാണെങ്കിൽ എൻ്റെ ന്യായവാദം കേൾക്കാൻ ആർ അവിടുത്തെ വിളിച്ചു വരുത്തും? ഞാൻ നിഷ്കളങ്കനായിരുന്നാലും എൻ്റെ വാ തന്നെ എന്നെ കുറ്റം വിധിക്കും. ഞാൻ കുറ്റമറ്റവനാണെങ്കിലും അവിടുന്ന് എന്നെ കുറ്റക്കാരനായി തെളിയിക്കും. ഞാൻ നിഷ്കളങ്കനാണ്, ഞാൻ എന്നെ തന്നെ പരിഗണിക്കുന്നില്ല. ഞാൻ എൻ്റെ ജീവനെ വെറുക്കുന്നു. എല്ലാം ഒന്നുപോലെയാണ്. അതിനാൽ ഞാൻ പറയുന്നു, അവിടുന്ന് നിഷ്കളങ്കനെയും ദുഷ്ടനെയും ഒന്നുപോലെ നശിപ്പിക്കുന്നു. അനർത്ഥം അപ്രതീക്ഷിതമായ മരണത്തിന് കാരണമാകുമ്പോൾ അവിടുന്ന് നീതിമാനുണ്ടായ വിപത്തിൽ പരിഹസിച്ച് ചിരിക്കുന്നു. ഭൂമി ദുഷ്ടൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ന്യായാധിപന്മാരുടെ മുഖം അവിടുന്ന് മൂടിക്കളയുന്നു. അവിടുന്നല്ലെങ്കിൽ മറ്റാരാണ് ഇത് ചെയ്തത്? എൻ്റെ ദിനങ്ങൾ ഓട്ടക്കാരനേക്കാൾ വേഗത്തിൽ പായുന്നു, അവ പറന്നു പോകുന്നു, ഒരു നന്മയും കാണുന്നില്ല. ഈറ്റ കൊണ്ടുള്ള ഓടിവള്ളം പോലെയും ഇരയെ റാഞ്ചുന്ന കഴുകനെപ്പോലെയും അവ കടന്നു പോകുന്നു. പരാതി മറന്ന വിഷാദഭാവം അകറ്റി പ്രസന്നതയോടെ ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് എന്നെ നിർദോഷനായി എണ്ണുകയില്ലെന്ന് അറിഞ്ഞ് ഞാൻ എൻ്റെ എല്ലാ ദുരിതങ്ങളെയും ഭയപ്പെടുന്നു. ഞാൻ കുറ്റക്കാരനായി വിധിക്കപ്പെടും. പിന്നെന്തിന് ഞാൻ നിഷ്ഫലമായി പ്രയത്നിക്കുന്നു? ഞാൻ മഞ്ഞുകൊണ്ട് എന്നെ കഴുകിയാലും എൻ്റെ കരങ്ങൾക്ക് ക്ഷാരശുദ്ധി വരുത്തിയാലും അങ്ങ് എന്നെ ചെളിക്കുഴിയിൽ മുക്കും. എൻ്റെ വസ്ത്രങ്ങൾ പോലും എന്നെ വെറുക്കും. ഞാൻ അവിടുത്തോട് മറുപടി പറയേണ്ടതിനും ഒരുമിച്ച് ന്യായവിസ്താരത്തിന് വരുന്നതിനും അവിടുന്ന് എന്നെപ്പോലെ മനുഷ്യനല്ലല്ലോ. നമ്മൾ ഇരുവരെയും നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു മധ്യസ്ഥൻ നമ്മൾക്കില്ലല്ലോ. അവിടുന്ന് ശിക്ഷാദണ്ഡ് എന്നിൽ നിന്ന് നീക്കിക്കളയട്ടെ. അവിടുത്തെക്കുറിച്ചുള്ള ഭീതി എന്നെ ഭയപ്പെടുത്താതിരിക്കട്ടെ. അപ്പോൾ അവിടുത്തെക്കുറിച്ചുള്ള ഭയം കൂടാതെ ഞാൻ സംസാരിക്കും. എന്നാൽ എൻ്റെ സ്ഥിതി അതല്ല.